ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്ക് വഴി തെളിയുന്നുവെന്ന സൂചന. ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരഗച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെത്തി. അമേരിക്കൻ സംഘത്തിന് നേതൃത്വം നൽകുന്ന സ്റ്റീവ് വിറ്റ്കോഫും ജരേഡ് കുഷന്റെയും ഇന്ന് ഇസ്ലാമാബാദിലേക്ക് പോകുമെന്ന് അമേരിക്കയും അറിയിച്ചു. അതേസമയം നേരിട്ടുള്ള ചർച്ച ഉണ്ടാകില്ലെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇപ്പോൾ ഇരു രാജ്യങ്ങളും സന്നദ്ധ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ നേരിട്ടുള്ള ചർച്ച ഉണ്ടാകില്ല എന്നതാണ് ഇറാൻ നൽകുന്ന സൂചന. ഏതൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ലോകം പ്രതീക്ഷയോടെ ഇന്ന് ഇസ്ലാമാബാദിലേക്ക് നോക്കുകയാണ്. രണ്ടാമതൊരു സമാധാന ചർച്ച, ഈ ഇറാൻ അമേരിക്ക യുദ്ധം അത് എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന ആ ഒരു വെടിനിർത്തൽ കരാർ, ഒരു സ്ഥിരമായ വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ലോകം ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനുമായി ബന്ധപ്പെട്ട് അവിടെ തുടരുന്ന സംഘർഷങ്ങളിലൊക്കെ ലോകം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷം അവസാനിച്ചാൽ മാത്രമേ ലോകത്തിന് തിരിച്ച് ആ പഴയതുപോലെയുള്ള ലോകക്രമത്തിലേക്ക് വരാൻ വേണ്ടി കഴിയൂ. പ്രത്യേകിച്ച് എണ്ണ ആ ഒരു വിതരണമടക്കം വലിയ പ്രതിസന്ധിയിൽ, ഊർജ്ജ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതിനിടയിലാണ് ഒരു പ്രതീക്ഷയുടെ ഒരു പുതിയത് ഒരു വഴി പോലെ ഇന്നിപ്പോൾ ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്ലാമാബാദിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് പാകിസ്ഥാനിൽ അബ്ബാസ് അരഗച്ചിയും സംഘവും എത്തിയിട്ടുള്ളത്. ഇതാണ് ഒരു ചർച്ചയിലേക്കുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകുന്നത്. അമേരിക്കയുടെ സംഘവും ഇന്ന് ഇസ്ലാമാബാദിലേക്ക് എത്തും എന്നുള്ള കാര്യം അമേരിക്കയും അറിയിച്ചിട്ടുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, അതുപോലെ തന്നെ ജറാദ് കുഷ്ണർ എന്നീ രണ്ടു പേരാണ്. ഇവർ രണ്ടുപേരും ഇന്ന് ഇസ്ലാമാബാദിലേക്ക് എത്തും എന്നുള്ളതാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. ഏതായാലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി പറഞ്ഞത് നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള സൂചന അദ്ദേഹം നൽകുന്നില്ല, മറിച്ച് തങ്ങളുടെ കാര്യങ്ങൾ പാകിസ്ഥാനെ അറിയിക്കും എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ വഴി അമേരിക്കയെ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കും എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നേരിട്ടുള്ള ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇറാൻ നൽകുന്ന സൂചന. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചകൾ ഒരു നിലയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നേരിട്ടുള്ള ചർച്ചകൾക്കുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് സാധ്യതയില്ല. ഒരു പാകിസ്ഥാനെ മധ്യസ്ഥനാക്കി നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ വഴി അമേരിക്കയോട് കാര്യങ്ങൾ പറയും. തിരിച്ച് അമേരിക്കയും ഇറാനോട് അത്തരത്തിലായിരിക്കും കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വഴി തെളിഞ്ഞാൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് കൂടി ഇസ്ലാമാബാദിലേക്ക് എത്തും എന്നുള്ള കാര്യവും അമേരിക്ക വൈറ്റ് ഹൗസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അത്തരമൊരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ കരാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പ്രത്യേകിച്ച് അമേരിക്ക ഈ ഇറാനിൽ തുറമുഖങ്ങൾക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അത് അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കാതെ ഹോർമൂസ് തുറക്കില്ല എന്ന നിലപാട് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ ഒരു കടൽ യുദ്ധത്തിൻ്റെതായ സാഹചര്യമുണ്ട്. അമേരിക്ക ഇന്നലെ ഇറാന്റെ കപ്പൽ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. തിരിച്ച് ഈ മറ്റ് കപ്പലുകൾ, ഇത് ഹോർമൂസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ ഇറാൻ പിടിച്ചെടുക്കുന്ന സാഹചര്യമൊക്കെ നിലവിലുണ്ട്. അത്തരത്തിൽ ആ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്, പ്രത്യേകിച്ച് ഹോർമൂസ് കേന്ദ്രീകരിച്ച്. അതുകൊണ്ട് തന്നെ ആ നിലപാടുകളിലൊക്കെ ഒരു മയപ്പെടുത്തൽ ഉണ്ടായാൽ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ഏതായാലും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഇന്ന് ഉണ്ടാകും. നേരിട്ടല്ലെങ്കിൽ കൂടി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഇന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, എന്തായാലും ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട സമാധാന ചർച്ചയ്ക്കാണ് ഒരു വഴി തെളിയുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുകയാണ്. അമേരിക്കൻ സംഘത്തിന് നേതൃത്വം നൽകുന്ന സ്റ്റീവ് വിറ്റ്കോഫും ജരേഡ് കുഷ്ന്റെയും ഇന്ന് ഇസ്ലാമാബാദിലേക്ക് പോകുമെന്ന് അമേരിക്കയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നേരിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാകില്ല എന്നതാണ് ഇറാൻ നൽകുന്ന സൂചന. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.